അങ്ങനെ NEET 2023 റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു ഈ NEET 2023 റിസൾട്ട് അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ബ്രില്യൻ്റ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു. അങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു, നല്ല ഉയർന്ന സ്കോർ കരസ്ഥമാക്കി. നമ്മുടെ ബ്രില്യൻറ്റിനും എൻ്റെ ഫാമിലിക്ക് തന്നെ സന്തോഷമായി ഇരിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ ബ്രില്യൻ്റ് ഫാമിലി എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഡാനിയൽ ബ്രില്യൻറ്റിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഡാനിയൽ നല്ല ഉയർന്ന സ്കോർ കരസ്ഥമാക്കി ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന നിമിഷത്തിലേക്കാണ് നമ്മളപ്പം ഡാനിയലിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഡാനിയലിൻ്റെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം. ഹായ് ഡാനിയൽ. ഹായ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പ്രതീക്ഷിച്ചോ ഈ ഒരു മാർക്ക്? ഇല്ല, ഇത്ര ഒരു മാർക്ക് പ്രതീക്ഷിച്ചില്ലായിരുന്നു ശരിക്കും. ഹാപ്പി ആയോ? അതെ, വളരെ സന്തോഷമുള്ള നിമിഷമാണ്. അപ്പോൾ പെട്ടെന്ന് ഈ മാർക്കൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞെട്ടിയോ? അതെ, ഇത്ര മാർക്ക് കൂട്ടി നോക്കിയപ്പോൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ കീ വന്നപ്പോൾ ഉള്ള ഒരു കുറച്ചും കൂടെ പ്രതീക്ഷിച്ചേക്കാളും മാർക്ക് കിട്ടി. അപ്പം മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ചെറിയൊരു പ്രതീക്ഷ. അതെ, മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം മനസ്സിലായിരുന്നു ഒരു ടോപ്പ് മാർക്കാണ്. പക്ഷേ അവസാനത്തെ ഒഫീഷ്യൽ ഇന്ത്യയുടെ കീ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അങ്ങനെ വീട്ടിലെല്ലാവരും ഹാപ്പിയാണോ? അവരെല്ലാവരും എന്ത് പറഞ്ഞു? വീട്ടിലെല്ലാവരും വളരെ സന്തോഷമാണ്. അപ്പോൾ ഡാനിയൽ, എങ്ങനെയായിരുന്നു മോനെ ഇപ്പോൾ ഈ ഒരു നല്ല മാർക്ക് മേടിച്ചതിൻ്റെ ആ ഒരു ത്രൂ ഔട്ട് നീറ്റിൻ്റെ ഒരു ജേണിയെ കുറിച്ചൊന്ന് പറയാമോ? നീറ്റിൻ്റെ ജേണി പറയാം. അപ്പം ഞാൻ 10ാം ക്ലാസ് വരെ എറണാകുളത്തെ രാജഗിരി എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം അപ്പോൾ 10ലൊക്കെ എനിക്ക് അത്ര മാർക്കൊന്നുമില്ല, 90% ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബ്രില്യൻറ്റിലെ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ എഴുതി അത്യാവശ്യം ഒരു നല്ല റാങ്കോടെ K.E Mannanam അഡ്മിഷൻ എടുത്തു. അപ്പോൾ K.E Mannanam അഡ്മിഷൻ എടുത്തിട്ട് ആദ്യം ഞങ്ങൾക്ക് ഓൺലൈനായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ പഠിക്കത്തില്ലായിരുന്നു ആ ഒരു സമയത്ത്. എൻ്റെ മാർക്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് മോഡലിലേക്ക് 200 മാർക്കാണ്, പിന്നെ 4 മാർക്ക്. പിന്നെ ആ ഒരു ഫസ്റ്റ് ഇയറിൽ എനിക്ക് തോന്നുന്നൊരു അവസാനം വരെ എൻ്റെ 1500 പിള്ളേർ എഴുതുന്ന പരീക്ഷയാണ്. എൻ്റെ റാങ്ക് 1000-1500 ഇടയ്ക്കാണ്. അല്ലാതെ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല. ഞാൻ പിന്നെ കോപ്പിയൊന്നും അടിക്കില്ല. അതുകൊണ്ട് പിന്നെ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 1000-ൻ്റെ പിന്നെ B+ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്ന എല്ലാ പരീക്ഷയ്ക്കും B+ ആയിരുന്നു. ഞാൻ ശരിക്കും പറയാണ്, എല്ലാ പരീക്ഷയ്ക്കും B+ ആണ്. ടീച്ചറിനൊക്കെ അറിയാം. അപ്പോൾ B+ മാത്രമേ ഉള്ളൂ. അപ്പം അച്ഛനൊക്കെ പറയായിരുന്നു, ഒരു പരീക്ഷയെങ്കിലും നീ ഒരു പയ്യ മതി, എപ്പോഴെങ്കിലും ഒരു ഒക്കെ ഒന്ന് മേടിച്ചു തരാൻ. അപ്പം ഞാൻ പക്ഷേ എനിക്ക് എപ്പോഴും B+ ആയിരുന്നു മാർക്കൊക്കെ എല്ലാത്തിനും. അപ്പം 200, 300, 400 ആ റേഞ്ചൊക്കെ ഉള്ളൂ. അപ്പം എനിക്കാണെങ്കിലും വലിയ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പോന്നു. അപ്പം ഫസ്റ്റ് ഇയർ അങ്ങനെ അവസാനിച്ചു. അപ്പം പിന്നെ സ്കോളർഷിപ്പ് എക്സാം ഒക്കെ ആയപ്പോൾ ഓഫ്ലൈൻ ഒരു ടെസ്റ്റിലേക്കൊക്കെ ആയി. അപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങി. അപ്പോൾ ഒരു നല്ല റാങ്കിലേക്ക് ഒരു 100-ലേക്ക് വരാൻ തുടങ്ങി. അതിൻ്റെ തന്നെ സെക്കൻഡ് ഇയറും അതുപോലെ ഓഫ്ലൈൻ ക്ലാസ്സസ് വന്നപ്പോൾ ഒരുപാട് സഹായകരമായിരുന്നു. ഓഫ്ലൈൻ ക്ലാസ്സസിൽ ബ്രില്യൻ്റെ ഒരു ഭയങ്കര ഹെക്റ്റിക് ഷെഡ്യൂളാണ്. പക്ഷേ അതുപോലെ ഒരു ഷെഡ്യൂളിലൂടെ പോയാലേ പിള്ളേർക്ക് ആ ഒരു ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാ ആഴ്ച 2 പരീക്ഷ അപ്പം അങ്ങനെ എഴുതി. അതുമാത്രമല്ല, മാന്നാനത്തുള്ള ഞങ്ങളുടെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം പിള്ളേരെല്ലാം വളരെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റിലാണ്. അപ്പം അത് കാരണം തന്നെ നമുക്ക് തന്നെ കഷ്ടപ്പെട്ട് പഠിക്കാനുള്ളൊരു ഇതുണ്ട്. അപ്പം ഞങ്ങൾ സെക്കൻഡ് ഇയറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ അപ്പോഴും എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത റാങ്ക്. അതിൻ്റെ ഇടയ്ക്കും പുറകിലോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അവസാനമായപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു 50-ൻ്റെ അടുപ്പിച്ചൊക്കെ എൻ്റെ ബാച്ചിൽ 50 റാങ്കിൻ്റെ ഒക്കെ അടുപ്പിച്ചൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ റിപ്പീറ്റേഴ്സിൻ്റെ കൂടെയൊക്കെ അവസാനമായപ്പോൾ പരീക്ഷകളൊക്കെ തുടങ്ങി. അപ്പോഴും ആദ്യമൊക്കെ എനിക്ക് 200, 300, 1300 വരെയൊക്കെ പോയിട്ടുണ്ട്. 700 500, 400 അങ്ങനെ പല റാങ്കിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ഞാനൊരിക്കലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ടോപ്പിലിരിക്കുന്ന അല്ലായിരുന്നു. അപ്പം 200, 300 അങ്ങനെ പല റാങ്കിലും പോയിട്ടുണ്ട്. അപ്പം പിന്നെ അവസാനമായപ്പോഴാണ് ഞാനൊരു ശരിക്കും ഒരു റാങ്ക് 300, 200 ഇങ്ങനെ, പിന്നെ 100 അടുപ്പിച്ച് 80, 100, പിന്നെ ഒരു 10ലേക്കൊക്കെ അവസാനമായപ്പോൾ വന്നു. അപ്പം പിന്നെ അതുമാത്രമല്ല, ക്യാഷ് പ്രൈസ് ഒക്കെ അടിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇയർ മൊത്തം ഒരിക്കലും ഒരു ക്യാഷ് പ്രൈസ് പോലും കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഇയർ മൊത്തം ഒരു ക്യാഷ് പ്രൈസും കിട്ടിയിട്ടില്ല. ക്യാഷ് പ്രൈസ് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു റിപ്പീറ്റർ പരീക്ഷയിൽ എന്തോ ആണ്, ആദ്യമായിട്ട് ഉള്ള റിപ്പീറ്റർ പരീക്ഷ. അപ്പം എന്ന് പറഞ്ഞാൽ നീറ്റിൻ്റെ 2 മാസം മുമ്പാണ് ആദ്യമായിട്ട് എനിക്കൊരു ക്യാഷ് പ്രൈസ് കിട്ടുന്നത്. അതുമല്ല, എനിക്ക് കയ്യിലെണ്ണാൻ പറ്റുന്ന ക്യാഷ് പ്രൈസൊക്കെ ഉള്ളൂ. 4-5 ക്യാഷ് പ്രൈസൊക്കെ മൊത്തം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ക്യാഷ് പ്രൈസ് എപ്പോഴും ഒരു ടോപ്പിൽ നിൽക്കുന്ന ഒരാളല്ലായിരുന്നു. അപ്പം ഇപ്പം പുറകിലേക്ക് നിൽക്കുന്ന പിള്ളേരുണ്ടാവും B+, Bയും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങളൊന്നും വലിയ സ്വപ്നങ്ങൾ കാണരുതെന്ന്. പക്ഷേ അങ്ങനെയുള്ളവർക്കും ഞാൻ പറയും, നിങ്ങൾക്കും സ്വപ്നം കാണാൻ. കാരണം ഞാൻ അതുപോലെ തന്നെ 200 ആളാണ്. നിങ്ങൾക്കും ഇപ്പോൾ 200 ആണേലും 4 മാർക്ക് 100-ൻ്റെ അടി മാർക്കാണേലും 400 ആണെങ്കിലും 500 ആണേലും നിങ്ങൾക്കും അവസാനം ഒരു 600, 700 റേഞ്ചിലേക്കൊക്കെ കയറി വരാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, എല്ലാവരുടെയും ഒരു മനസ്സിലൊരു തോന്നലുണ്ട്. അതായത് നീറ്റിന് ഭയങ്കര മാർക്ക്, ഒരു 90-95% എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നവർക്ക് മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അല്ല എന്ന് തെളിയിക്കുന്ന ഒരാളാണ് ഈ ഡാനിയൽ. അത് ഡാനിയൽ ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ അല്ലേ, ഡാനിയലിൻ്റെ ആ ഒരു ജേർണി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്.
അപ്പോൾ ഡാനിയൽ പറഞ്ഞതുപോലെ ഇപ്പം എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കും, ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനൊക്കെ ഒരു നീറ്റിന് ക്രാക്ക് ചെയ്യാൻ പറ്റിയല്ല, അത് ലാസ്റ്റ് വരെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 98% ഒക്കെ വരുന്നവർക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതല്ലാന്ന് തെളിയിക്കുന്ന ഒരു ജേണി ആയിരുന്നു ഡാനിയലിൻ്റേത്. അപ്പോൾ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നല്ലതായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെയുള്ള മാർക്സ് ഇച്ചിരി കുറഞ്ഞാലും അവസാനം വരുമ്പോൾ ഇമ്പ്രൂവ് ആയി നല്ല അടിപൊളി മാർക്ക് മേടിച്ചാൽ മതി അല്ലേ ഡാനിയല്ലേ? ഓക്കെ. അപ്പം അതിൻ്റെ കൂടെ തന്നെ എങ്ങനെയായിരുന്നു മോൻ്റെ ഈ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു ഡാനിയൽ? അപ്പോൾ ലൈക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നതിൻ്റെ അപ്പുറം കുറച്ച് നേരം പഠിക്കുക, വേണം കുറച്ചൊക്കെ സംസാരിക്കുക, കുറച്ചൊക്കെ ഒന്ന് മൈൻഡ് റിഫ്രഷ് ആക്കുക, പിന്നെ അങ്ങനെ പഠിച്ചു പോകുന്നതായിരിക്കും ഇച്ചുകൊണ്ട് നല്ല. എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല, കുറേ നേരം ഇരുന്ന് പഠിക്കുന്നതന്നെ കംഫർട്ടബിൾ, എന്നാലേ റിസൾട്ട് മേടിക്കാൻ പറ്റുന്നുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് പോകും. എനിക്ക് പറയാനുള്ളത്, ഈ പ്രാർത്ഥനയുടെ വളരെ ഒരു ഇമ്പോർട്ടൻസ് എൻ്റെ ഒരു എൻട്രൻസ് പ്രിപ്പറേഷന് വന്നിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഫസ്റ്റ് ഇയറൊക്കെ പ്രാർത്ഥന, നിങ്ങൾ വിചാരിക്കും റാങ്ക് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരിക്കലും റാങ്ക് കിട്ടാൻ വേണ്ടിയല്ല, ഞാനും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കുന്ന അതൊരു ദൈവത്തിൻ്റെ കൂടെയുള്ള നമ്മുടെ ഒരു ജീവിതം. ഇപ്പം നീറ്റ് കഴിഞ്ഞു, അപ്പം നമ്മളത് വിടുവല്ല. നീറ്റ് കഴിഞ്ഞും ദൈവം നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമ്മളെ കൂടെ ആയിട്ടൊരു നമ്മൾ ദൈവത്തെ പിടിച്ച് നിൽക്കണം. കാരണം അല്ലാതെ ഇപ്പം നീറ്റ് കഴിഞ്ഞു റാങ്ക് കിട്ടി അതിലൊരു പരിധിക്കുള്ള ഒരു വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു ജേണി. അപ്പം നമുക്ക് കിട്ടേണ്ട സ്ഥലത്ത്, ഇപ്പോൾ നിങ്ങൾക്ക് 650 ആണെങ്കിലും 670 ആണെങ്കിലും 690 ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ട സ്ഥലത്ത് അതായിരിക്കും ദൈവത്തിന് അറിയാതെ ഏതാ ബെസ്റ്റ്, അതിലേക്ക് വരാം. അപ്പം അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് പേഴ്സണലി പറയാം, ഞാൻ പ്രാർത്ഥനയിലൊക്കെ ഒരുപാട് സമയം ചിലവഴിക്കുന്നത്. ഫുൾ ടൈം ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥനയല്ല, ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കുക, ബാക്കിയുള്ളവർക്ക് ഇത് കൊടുക്കുക, എൻ്റെ ഹോസ്റ്റലുള്ളവർക്കൊക്കെ അറിയാം. അപ്പം ഞാനപ്പോൾ അവസാനത്തെ ഒരു ആഴ്ചയൊക്കെ ഒരു പകുതി സമയം പഠിക്കുകയുള്ളായിരുന്നു, ബാക്കി പകുതി സമയം ഇങ്ങനെ പ്രാർത്ഥനയും ഇങ്ങനെ ആൾക്കാരുമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക, ആ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുക, നല്ലതായിട്ട് പഠിക്കുക, പഠിക്കുമ്പോൾ നല്ലതായിട്ട് പഠിക്കുക, നല്ലതായിട്ട് പ്രാർത്ഥിക്കുക, പിന്നെ അവിടെയുള്ള നിങ്ങളുടെ സാറുമാരുമായിട്ടൊക്കെ നല്ലൊരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ക്ലാസ് ടീച്ചറും കാരണം അവരോടൊക്കെ പോയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുക, കോർഡിനേറ്റർ സാറുമാരോട് അങ്ങനെയൊക്കെ. പിന്നെ അപ്പം അതുപോലെ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനയും പഠിത്തവും, പിന്നെ പഠനത്തിൻ്റെ കൃത്യം രീതി എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത്, ഫിസിക്സ് എല്ലാവരും പറയും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന്. ഞാനധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഈ 2 വർഷത്തിൽ ചെയ്തിട്ടില്ല. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബ്രില്യൻ്റ് പരീക്ഷകളിൽ എഴുതും, അതെല്ലാം എഴുതണം. അതല്ലാതെ അധികം ഞാൻ വലിയ ബുക്സ് റെഫർ ചെയ്ത് ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല നിങ്ങൾ NCERTയുടെ പുറത്ത് ബയോളജിക്ക് ഒരു പുസ്തകം, ലൈക്ക് ക്ലാസ്സിൽ തരുന്ന നോട്ട്, ബയോളജിയുടെ കാര്യം ആദ്യം പറയാം. ക്ലാസ്സിൽ തരുന്ന നോട്ട് അത് നിങ്ങൾ അപ്പം പഠിക്കണം. അപ്പം ക്ലാസ്സിൻ്റെ കൂടെ ഡെയിലി പോർഷനായിട്ടൊക്കെ ഒന്ന് വായിച്ചു വിട്ട് അത്രയും പഠിച്ചാൽ മതി. പിന്നെ അതിൻ്റെ അപ്പുറം നിങ്ങൾ പിന്നെയുള്ള നിങ്ങളുടെ സമയങ്ങളിൽ ബയോളജിക്ക് നിങ്ങൾ ഒരിക്കലും NCERTയുടെ അപ്പുറം പോകരുതെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം ഞാൻ അതിന് പോയിട്ടില്ല. അത്രയും വരത്തുള്ളൂ. നമ്മളിപ്പം കുറേ വർഷങ്ങളായിട്ട് നീറ്റിൻ്റെ ആ ഒരു പാറ്റേൺ കാണുമ്പോൾ അങ്ങനെ വരത്തുള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ, കാരണം ഇത് കുറേ പുറത്ത് പഠിക്കുന്ന പിള്ളേർക്ക് പിന്നെ അവസാനം NCERTന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി പാടായിട്ട് കാണാറുണ്ട്. അപ്പം നിങ്ങൾ NCERT മാത്രം ബയോളജിക്ക് പഠിച്ചാൽ മതി, മാത്രം. ഒട്ടും പുറത്ത് പോയി ക്വസ്റ്റ്യൻസും അധികം ഒന്നും ചെയ്യേണ്ട. ബയോളജി NCERT പറ്റാത്തത്രയും പ്രാവശ്യം വായിക്കുക, ഓരോ ചാപ്റ്ററും ഒരു കുറേ പ്രാവശ്യം വായിച്ച് തീർത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ അതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ ബ്രില്യൻ്റ് നോട്ട് റെഫർ ചെയ്യുക. പിന്നെ കെമിസ്ട്രിയുടെ കാര്യം പറയുമ്പോൾ, ഫിസിക്കൽ കെമിസ്ട്രി, ഞാൻ ഫിസിക്കൽ കെമിസ്ട്രിയും ഫിസിക്സും ഏകദേശം ഒരേ രീതിയിലാണ് പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ തിയറി നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും തിയറി അല്ല ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ, പക്ഷേ ശരിക്കും തിയറി തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും മെയിൻ. കാരണം തിയറി നിങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യം അത് പോയി അടുത്ത ദിവസം അതൊക്കെ ഇങ്ങനെ സമയമെടുത്ത് അന്ന് നിന്ന് പഠിപ്പിക്കുന്ന ആ തിയറി പോർഷൻ ശരിക്കും സമയമെടുത്ത് വായിച്ച് പഠിക്കുക. അതൊക്കെയാണ് ഞാൻ അധിക സമയം പഠിച്ചിട്ടില്ല. ഞാൻ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങൾ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന തിയറി ഞാൻ സമയം എടുത്ത് പഠിക്കുമായിരുന്നു. അതിൻ്റെ അത് ഡൗട്ട് ഉണ്ടായ കൂടെയുള്ള ടോപ്പേഴ്സിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അടുത്ത ദിവസം സാറുമാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ ഫിസിക്സിൻ്റെയും ഫിസിക്കൽ കെമിസ്ട്രിയുടെയും തിയറി നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പിന്നെ തന്നെ കിട്ടിക്കോളും. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര അറിയാം, കുറേ പിള്ളേരൊക്കെ ഭയങ്കര വലിയ ജെയിമെയിനും അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നോക്കും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു നീറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ്, അത് കുറേ ക്വസ്റ്റ്യൻസ് ഉള്ള പുസ്തകമല്ല, ഒരു ഇപ്പം പ്രീവിയസ് ഇയർ ബുക്സ് ആണേലും അതാണേലും മതി. അല്ലെങ്കിൽ ബ്രില്യൻ്റ് കുറച്ച് പേപ്പേഴ്സൊക്കെ തരും, അതൊക്കെ തന്നെയാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഫിസിക്സിനും ഫിസിക്കൽ കെമിസ്ട്രിക്കും നല്ല. ഇനോർഗാനിക് കെമിസ്ട്രിക്ക് ഒരു രീതിയിലും ഔട്ട് നോക്കണ്ട, NCERT മാത്രം പഠിച്ചാൽ മതി. NCERT പക്ഷേ ഭയങ്കര നന്നായി പഠിക്കണം. അതിനകത്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ബ്രില്യൻ്റ് നോട്ടൊക്കെ റെഫർ ചെയ്താൽ മതി. കാരണം ഈ വർഷവും ഞങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര ഇനോർഗാനിക് അങ്ങനെ ശരിക്കും കൃത്യം അറിയാവുന്ന സ്റ്റുഡൻസിന് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രീസ് വളരെ നല്ലതായിട്ട് പഠിക്കുക. P ബ്ലോക്ക്, DNF ബ്ലോക്ക് ഇതുപോലുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ അവസാനത്തെ വെക്കാതെ തന്നെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരിക്കലും നിങ്ങളുടെ എൻട്രൻസിൻ്റെ ഇടയ്ക്കുള്ള റാങ്ക് നിങ്ങൾ ഒരിക്കലും നോക്കില്ല. കാരണം അങ്ങനെ ഞാൻ നോക്കിയായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെയുള്ളൊരു മാർക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ മാർക്ക് ഒട്ടും ശ്രദ്ധിക്കേണ്ട. ആർക്കാ ടോപ്പ്, ആർക്കാ ക്യാഷ് പ്രൈസ് കിട്ടുന്നത്, അതൊക്കെ ഭയങ്കര ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അത് ഞാൻ അങ്ങനെ പറയുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ എനിക്ക് ആദ്യം ഇച്ചിരി പ്രശ്നമുള്ളൊരു
ടോപ്പിക്കായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൻ്റെ നോട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഗാനിക് കെമിസ്ട്രി അവർ ഫസ്റ്റ് ഇയറിൽ തന്നെ കുറേ ഔട്ടൊക്കെ പഠിപ്പിക്കും, റിയാക്ഷൻ മെക്കാനിസത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശരിക്കും അത് ഔട്ടാന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കില്ല, അത് പ്ലസ് ടുവിൽ പഠിപ്പിക്കും. അപ്പോൾ നിങ്ങളത് അതിൻ്റെ കൂടെ തന്നെ എത്ര സമയം എടുത്താണോ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നത് അതിന് നിങ്ങൾക്ക് അത്രയും ഗുണമേ അവസാനം വരത്തുള്ളൂ. അപ്പം അതിനകത്തുള്ള റിയാക്ഷൻസ് ഒക്കെ വരച്ച് പഠിക്കുക, അതൊക്കെ സാറുമാർ പറയും. അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് പറയാനുള്ള ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക്, പിന്നെ ഫിസിക്സ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ജനറലി ഭയങ്കര ഇതിൻ്റെ അപ്പുറം നിങ്ങൾ തിയറി പഠിക്കുക എന്നായിരിക്കും ഇച്ചിരിയുടെ ഒരു ഇത്. പിന്നെ ഫിസിക്സിന് ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ ചെയ്യുക, പക്ഷേ ഒരുപാട് കടന്നു പോയി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജീനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു രീതിയും കൂടെയാണ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഡാനിയൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഡാനിയൽ ചൂസ് ചെയ്ത വഴികൾ അല്ലെങ്കിൽ ഡാനിയൽ ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാന്നാനം KE സ്കൂള് ബ്രില്യൻറ്റ്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഈ മാന്നാനം KE സ്കൂളുമായിട്ടും അതുപോലെ തന്നെ ബ്രില്യൻ്റ് ഒക്കെ ആയിട്ടുള്ളൊരു മോൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് K.E മന്നാനത്തിൽ ചേർന്ന് പറഞ്ഞില്ലേ. അപ്പോൾ K.E മന്നാനം എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ടോപ്പേഴ്സ് പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ ഭയങ്കര ടോപ്പേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ തന്നെ ആ ഒരു ലെവലിലേക്ക് നമ്മളും തന്നെ ഉയരും. അപ്പോൾ അത് ആ ഒരു കോമ്പറ്റീറ്റീവ്നെസ്സും ആ ഒരു എന്ന് പറഞ്ഞാൽ മന്നാനം ഭയങ്കരമായിട്ടും ആ ഒരു നമ്മൾക്ക് പഠിക്കാൻ ആഗ്രഹമില്ല പഠിപ്പിക്കും, ആ രീതിയിലാണ്. അപ്പം അവിടുത്തെ കോർഡിനേറ്ററിനാണേലും ക്ലാസ് ടീച്ചർമാരാണേലും എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഈ ഒരു എൻട്രൻസ് പ്രിപ്പറേഷനും എൻട്രൻസ് പരീക്ഷയും അതിനുള്ള അതിനുവേണ്ടി ഭയങ്കരമായിട്ട് അവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യും നമ്മളുടെ ആ ഒരു പഠനം. അപ്പം ബ്രില്യൻറ്റിൻ്റെ മോഡൽസിനെ കുറിച്ച് എനിക്ക് ഒരുപാട് ഇത് പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും 2 പരീക്ഷകളായിരുന്നു. പിന്നെ അവസാനമായപ്പോൾ എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടായിരുന്നു. ബ്രില്യൻ്റെ മോഡൽ പരീക്ഷകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് എല്ലാ പരീക്ഷയും തന്നെ എഴുതുന്നത് ആയിരിക്കും ഞാൻ പറയുക. അപ്പം കാരണം അത് ആ ഒരു പരീക്ഷയിലെ രീതിയിലൊക്കെ തന്നെയാണ്. നിങ്ങൾ വേറെ കുറേ ഇത് മോഡൽസ് അല്ലെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒക്കെ നോക്കുന്ന വെച്ച് ബ്രില്യൻ്റെ ആ ഒരു മോഡൽസൊക്കെ വളരെ ആക്യുറേറ്റ് ആണ് നമ്മുടെ നീറ്റ് പരീക്ഷയായിട്ട്. അപ്പോൾ അത് എല്ലാം തന്നെ എഴുതണം, എല്ലാം തുടക്കം തൊട്ട് തന്നെ. പിന്നെ ബ്രില്യൻറ്റിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ബ്രില്യൻറ്റിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ബ്രില്യൻറ്റിലെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് ഏറ്റവും തന്നെ കേരളത്തിലെ ബെസ്റ്റ് പ്രൊഫസേഴ്സ് തന്നെയാണ് അവരെല്ലാം. പക്ഷേ ഒരുപാട് നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിലും ക്ലാസ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും അവരതിനൊക്കെ വളരെ സപ്പോർട്ടീവാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ക്ലാസ് ടീച്ചേഴ്സ് ഞങ്ങളുടെ മന്നാനത്തൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ ക്ലാസ്സിലും ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടാവും ബ്രില്യൻറ്റ് അസൈൻ ചെയ്യുന്നത്. അപ്പം ആ ക്ലാസ് ടീച്ചർ ഈ 2 വർഷം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും പഠനവും അല്ലാത്ത ബന്ധമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു വിഷമങ്ങളോ അതിൽ റാങ്കിൻ്റെ ഒരു സംശയങ്ങളോ അതെല്ലാം പറയാനാണെങ്കിലും ആ ഒരു ക്ലാസ് ടീച്ചറെ എപ്പോഴും നിങ്ങളത് പോകണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. അല്ല നിങ്ങളങ്ങനെ മടിച്ച് നിൽക്കരുത്. നിങ്ങളെ മിസ്സാണേലും സാറാണേലും അവരുടെ അടുത്ത് പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ, കാരണം അവരിത് കണ്ടിട്ടുണ്ട്, നിങ്ങളുള്ള പിള്ളേരെ ഒരുപാട് പേരെ അവർ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ അവരുടെ അടുത്ത് പോയി പറയണം. നിങ്ങൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ അതിനുള്ള സൊല്യൂഷനോ അല്ലെങ്കിൽ അവരത് ഫുൾ കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാവും. പിന്നെ കോർഡിനേറ്റർ സാർ ഓരോ ബ്രില്യൻ സെൻറ്റേഴ്സിലും കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരാണേലും മൊത്തത്തോട് ഓവർസീ ചെയ്യാനും ആ ഒരു ഷെഡ്യൂളാണേലും എങ്ങനെ എപ്പോഴാണ് തീർക്കുന്നത് അതിലൊക്കെ ഒരുപാട് വളരെ നല്ലതായിട്ട് അവരത് പൂർത്തീകരിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ബ്രില്യൻറ്റിൻ്റെ അതൊക്കെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ വളരെ ഒരു ആവശ്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഫിസിക്സിനും കെമിസ്ട്രിക്കും ബ്രില്യൻറ്റ് തരുന്ന ആ ഒരു സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നോട്ടും പിന്നെ അവർ തരുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്ക്ലെറ്റും വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ അതിൻ്റെ അപ്പുറം ചെയ്യാതിരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു, ഞാൻ പറഞ്ഞില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ പക്ഷേ ചെയ്യുവാണെങ്കിൽ ബ്രില്യൻറ്റ് തരുന്ന ബുക്സും ബ്രില്യൻറ്റ് തരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അവസാനമാകുമ്പോൾ തരും, അതൊക്കെ തന്നെ ചെയ്താൽ മതിയായിരിക്കും. മോന് ഈ +2ൻ്റെ പോർഷൻ്റെ കൂടെ തന്നെ നീറ്റിൻ്റെ ഈ ഒരു പ്രിപ്പറേഷനും ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായിരുന്നോ? അതിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് സ്കൂളിൻ്റെ +2 പഠിക്കാനുണ്ട്, അതല്ലാതെ ബ്രില്യൻറ്റിലെ എൻട്രൻസും പഠിക്കാനുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും സ്കൂൾ നിങ്ങൾക്ക് പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ പാടായിരിക്കും എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ. നിങ്ങളുടെ എപ്പോഴും ഉള്ള പ്രയോറിറ്റി എൻട്രൻസ് തന്നെ ആയിരിക്കും. ഞാൻ സ്കൂൾ ലെവലിൽ +2 അധികം പഠിച്ചിട്ടില്ല. സ്കൂളിലെ ഞങ്ങളുടെ എൻട്രൻസ് സംബന്ധമായുള്ള സബ്ജക്ട്സ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കി അല്ലാതെ ഇതിൽ ഇംഗ്ലീഷ്, വേറെ സിറിയക്ക് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റും പിന്നെ ബയോമാത്സ് ആൻഡ് മാത്തമാറ്റിക്സ്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾ ഒരുപാട് എല്ലാ ദിവസവും ഇരുന്ന് പഠിച്ച് സമയം കളയരുത്. നിങ്ങൾ എല്ലാ ദിവസവും അതിനുവേണ്ടി ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടെന്ന് വെച്ച് വീട്ടിൽ വന്ന് പഠിക്കാനോ ഹോസ്റ്റലിൽ വന്ന് പഠിക്കാനോ സമയം കളയരുത് തന്നെ പറയുന്നത്. പിന്നെ ഈ ലാബ്, പ്രാക്ടിക്കൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ നടക്കും. നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് സമയം എന്ന് പറഞ്ഞാൽ അതൊന്നും അവസാനം ഒട്ടും മാറ്റർ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആകെ നിങ്ങൾ വന്നേക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങളുടെ എപ്പോഴും മനസ്സിലുണ്ടാവണം. നിങ്ങൾ വന്നേക്കുന്ന ബോർഡ് എക്സാമിന് 1200 മേടിക്കാനോ 99% മേടിക്കാനല്ല. എനിക്കാകെ 95% ഉള്ളൂ ബോർഡ് എക്സാമിന്. അപ്പോൾ അത് മേടിക്കാനല്ല നിങ്ങൾ വന്നിരിക്കുന്നത്, അത് മേടിച്ചിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എൻട്രൻസിലെ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കുക.
ഒട്ടും പഠിക്കില്ല, നല്ല ബോർഡ് എക്സാമൊക്കെ ആകുമ്പോൾ നമുക്ക് പഠിക്കാതെ പറ്റിയല്ല. അപ്പോൾ നിങ്ങൾ ആ സമയം പഠിക്കണം. ഞാനും ആ സമയമായപ്പോൾ പഠിച്ചു തുടങ്ങിയായിരുന്നു ശരിക്കും മാത്സൊക്കെ. പക്ഷെ അല്ലാതെ എല്ലാ ദിവസവും ഡെയിലി പഠിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് വലിയ അഭിപ്രായമില്ല. പിന്നെ പ്രാക്ടിക്കൽ ലാബൊക്കെ അതൊക്കെ അതിൻ്റെ കൂടെ തന്നെ നടന്നു പോകും. നിങ്ങൾ അവർ പേടിപ്പിക്കുന്നേ ഉള്ളൂ ടീച്ചർമാർ, ഇതൊക്കെ നിങ്ങളെ തോൽപ്പിക്കുമെന്നും ഒന്നും നടക്കില്ലെന്ന്. അതൊക്കെ അവർ വെറുതെ പറയുന്ന. നിങ്ങൾ ജസ്റ്റ് അവസാനമാകുമ്പോൾ അവരതെല്ലാം നടന്നു പൊക്കോളും, നിങ്ങൾ പേടിക്കണ്ട. ഈ ഒരു ടോക്കിനുടനീളം തന്നെ, അതായത് ഡാനിയലിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നതിലുപരി നിങ്ങൾക്ക് ഇനിയിപ്പോൾ കാണുന്ന ഒരു നീറ്റ് ആസ്പിരൻ്റ് അല്ലെങ്കിൽ നീറ്റിന് ചൂസ് ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെയൊക്കെ ചൂസ് ചെയ്യണം, ഏതൊക്കെ വേയിലൂടെ പോകണം എന്നുള്ളത് ആ ഒരു ടോക്കിലൂടെയാണ് ഡാനിയൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്നത്. സോ അത് ഉറപ്പായിട്ടും ഇത് കാണുന്ന ഇനി ഒരു നീറ്റിന്ന് ചൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇത് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ഇനി നീറ്റ് അല്ലെങ്കിൽ ഈ ഒരു നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെസ്സേജ് എന്തായിരിക്കും ഡാനിയലിന്റെ? ഇപ്പം പ്ലസ് 1 പഠിക്കുന്ന പിള്ളേരോട് ഞാൻ ഇപ്പം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു പോവുക. അങ്ങനെയുള്ളവരാണ് അവസാനം ആകുമ്പോൾ ടോപ്പിൽ കയറി വരാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് അത്ര റാങ്ക് കിട്ടിയില്ല. അവസാനം നിങ്ങൾ ഡെയിലി പഠിച്ചു പോവുക, ഡെയിലി കളിക്കണം, ഡെയിലി കളിക്കാനൊക്കെ പോവുക. അതല്ലാതെ പഠിപ്പിക്കുന്നതൊക്കെ അന്ന് വൈകുന്നേരം വന്ന് പഠിക്കണം, ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അത് പഠിച്ചു പോവുക. പരീക്ഷയ്ക്ക് എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ പഠിച്ചാൽ മതി. എന്നിട്ട് അവസാനം പരീക്ഷകൾ നിങ്ങൾക്ക് അതൊക്കെ ഒരുപാട് പരീക്ഷകൾ ബ്രില്യൻ്റ് നടത്തും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിലുള്ള പിള്ളേരോട് ഞാൻ അതാ പറയുന്നത്, നിങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ പഠിച്ചു പോവുക, തിയറി നല്ലതായിട്ട് പഠിച്ചു പോവുക, നല്ല ചില്ലായിട്ട് പഠിച്ചു പോകാം. ഒരുപാട് ഈ ടെൻഷൻ അടിച്ച് എൻട്രൻസ് നിങ്ങൾക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അതൊക്കെ നല്ല സുഖമായിട്ട് പോകും. കാരണം നീറ്റ് പരീക്ഷ ഞാനങ്ങനെ ഭയങ്കര എക്സെപ്ഷണൽ സ്റ്റുഡൻ്റ് ഒന്നുമല്ല, ഞാൻ ആവറേജ് സ്റ്റുഡൻ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആവറേജ് സ്റ്റുഡൻസിനും ശരിക്കും അത്രയൊക്കെ പഠിച്ചാൽ മതി നീറ്റിന്. നീറ്റ് അങ്ങനെ ഭയങ്കര അത്രയില്ല. അഡ്വാൻസും പോലെയുള്ള പരീക്ഷകളിലൊക്കെ ഒരുപാട് കട്ടി കോൺസെപ്റ്റ്സ് ഒക്കെ വരുന്നത്. പക്ഷേ നീറ്റ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ടെൻഷൻ അടിക്കാതെ നല്ലതായിട്ട് വീട്ടുകാരുമായിട്ടും ടീച്ചർമാരുമായിട്ടും എല്ലാം നല്ല കമ്പനിയായിട്ട് നല്ല സന്തോഷിച്ച് പൂർത്തീകരിക്കേണ്ട ഒരു പരീക്ഷയാണ്. പിന്നെ പ്ലസ് 2 പിള്ളേരോട് ഞാൻ പറയുന്നത് വെച്ചാൽ തിയറി മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തിയറി ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ മര്യാദക്ക് തിയറി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അപ്പോൾ ആ സ്കൂളിലെ പോർഷൻ കഴിയുമ്പോൾ, സ്കൂളല്ല ബ്രില്യൻ്റ് ആദ്യം മൊത്തം പോർഷൻ പെട്ടെന്ന് തീർക്കും. അത് തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾക്കപ്പോൾ എല്ലാ കോൺസെപ്റ്റും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങിയാൽ മതി. ഇതിപ്പോൾ ഏത് ലെവലിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഏറ്റവും ടോപ്പിലാണെങ്കിലും ഏറ്റവും താഴെയുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇത് പറയുന്ന പോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യം തിയറി മൊത്തം പഠിക്കുക ആ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൻ്റെ സമയത്ത്. എന്നിട്ട് പറ്റുവാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിൻ്റെ അതെല്ലാം പോർഷൻ എല്ലാം കഴിഞ്ഞുള്ള മോഡൽസിൻ്റെ സമയത്ത് നിങ്ങൾ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ബ്രില്യൻ്റ് തരുന്ന ക്വസ്റ്റ്യൻസ്, അല്ല വലിയ ഓവറായിട്ട് ബാക്കി പുസ്തകങ്ങൾ റെഫർ ചെയ്യാതെ ബ്രില്യൻ്റ് തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചെയ്ത് പഠിക്കുക. പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അപ്പം അടുത്ത വർഷം നീറ്റ് എഴുതുന്ന സ്റ്റുഡൻസിനോട് അതൊക്കെ തന്നെ പറയാം. പിന്നെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. ബ്രില്യൻ്റ് മോഡൽസൊക്കെ നല്ലതായിട്ട് എഴുതുക. നിങ്ങൾ ആ ഒരു OMR ഫില്ല് ചെയ്യുന്ന രീതിയും അതൊക്കെ നിങ്ങൾ ബ്രില്യൻ്റ് പരീക്ഷകൾ എഴുതുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ആ ഒരു എക്സാം അറ്റ്മോസ്ഫിയർ നിങ്ങൾ അപ്പോൾ തന്നെ പ്രാക്ടീസ് തുടങ്ങുക. പിന്നെ നീറ്റ് പരീക്ഷ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ചില്ലായിട്ട് പോയി എഴുതുന്നവർക്കാണ് ഏറ്റവും ഫേവറബിൾ ആവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടും ഭയങ്കര ടെൻഷൻ അടിച്ചോ ഇതെന്തോ വലിയ കാര്യമാണെന്നൊന്നും ഓർക്കണ്ട. വളരെ എളുപ്പ പരീക്ഷയായിരിക്കും. നമ്മളെപ്പോലെ ആവറേജ് സ്റ്റുഡൻസിനെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അതിനെ ഒന്ന് ഫേസ് ചെയ്യുക. അതിൻ്റെ ദൈവം നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. അപ്പം ഇതുപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനും എത്തിപ്പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ നീറ്റ്, അല്ലെങ്കിൽ നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം തന്നെയാണ് പറയുന്നത്. അല്ലാതെ കുറച്ച് എബവ് ഉള്ള ആൾക്കാർക്ക് മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു കേസ് തന്നെയാണ്. നമ്മൾ ഫൈനലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇഷ്ടവും ആ ഒരു കഠിനാധ്വാനവും ഈ പറയുന്ന പോലെ ദൈവത്തോടുള്ള പ്രാർത്ഥനയൊക്കെ അവസാനം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതേ ഡാനിയൽ ഇരിക്കുന്ന പോലെ എല്ലാവർക്കും തന്നെ നല്ല അടിപൊളി മാർക്ക് കിട്ടും. ഇനി നീറ്റ് എന്ന എക്സാം എഴുതാതിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ടോക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ നിർത്തുകയാണ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.